Hello friends, Indian financial systemത്തിന്റെ 10ാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ വീക്ക്നെസിന്റെ ആദ്യ ഭാഗം കണ്ടു. എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ വീക്ക്നെസ്സുകളിൽ ആദ്യത്തെ 5 എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതിന്റെ തുടർച്ചയായി ഏതാനും ചില വീക്ക്നെസ്സസ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ആദ്യത്തേതാണ് ഡോമിനൻസ് ഓഫ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഡെവലപ്മെന്റ് ബാങ്കുകളുടെ മേധാവിത്വം. അപ്പോൾ നമുക്കറിയാം ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിലും ചില പ്രത്യേക സെക്ടറുകൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൗസിംഗ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ് അതിലെ എപെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇതിലെ ഡെവലപ്മെന്റ് ബാങ്ക്. അഗ്രികൾച്ചർ എടുക്കുകയാണെങ്കിൽ നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എടുക്കുകയാണെങ്കിൽ IDBI. ഇത് ഇത്തരം സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ബാങ്കുകളാണ് ആ പ്രത്യേക മേഖലയിലെ ഡെവലപ്മെന്റ് അജണ്ട ഡ്രൈവ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ബാങ്കുകളുടെ പ്രത്യേകത, അവ ഇന്ത്യൻ പരിസ്ഥിതിയിൽ നോക്കിയാൽ അവ കമേഴ്ഷ്യൽ ബാങ്കിംഗ് ഫംഗ്ഷനുകൾ ചെയ്യുന്നില്ല, അവർ ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുന്നില്ല. അതേസമയം ആ പ്രത്യേക മേഖലയിൽ ഫിനാൻസിംഗ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ട ഫണ്ടിങ് ഇത്തരം ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്, ഡെവലപ്മെന്റ് ബാങ്ക്സിന് ചിലവുണ്ട്. അതായത് ഡെവലപ്മെന്റ് ബാങ്ക്സ് ആ പ്രത്യേക മേഖലയിൽ ഫിനാൻസിംഗ് നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി പണം നൽകുന്നു. ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ വരുമാനം വരവ് എവിടെ നിന്നാണ്? ആക്ടിവിറ്റി ഡെപ്പോസിറ്റ്സ്, റിസീവിംഗ് ഡെപ്പോസിറ്റ്സ് ഇല്ല അവർ. അപ്പോൾ ഇവയുടെ വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവയുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, സോഴ്സ് ഓഫ് ഫണ്ടിങ് എന്ന് പറയുന്നത് ബഡ്ജറ്ററി അലോക്കേഷൻ ആണ്. ഇന്ത്യ ഗവൺമെന്റ് വാർഷിക ബഡ്ജറ്റിൽ ഈ മേഖലയുടെ വികസനത്തിന് വേണ്ടി നാഷണൽ ഹൗസിംഗ് ബാങ്കിന് വേണ്ടി ഇത്ര കോടി രൂപ വകമാറ്റിയിരുത്തുന്നു എന്ന് പറയുന്നതാണ് ഇവയുടെ ചീഫ് സോഴ്സ് ഓഫ് ഇൻകം. ഈ പരിസ്ഥിതിയിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഇവയുടെ പ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ല. ഉദ്ദേശിച്ച ലെവലിൽ ഇവർക്ക് ഇവയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഫിനാൻഷ്യൽ സെൽഫ് സഫിഷ്യൻസി ഇല്ല, സാമ്പത്തികമായി സ്വയം പര്യാപ്തതയില്ല. ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനും ആ പ്രത്യേക മേഖലയുടെ വികസനത്തിന് ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ, കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയാതെ വരും. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡോമിനൻസ് ഓഫ് പബ്ലിക് സെക്ടർ ഫേംസ്. അപ്പൊ ആദ്യത്തെ ഒരു ഡോമിനൻസ് ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ ഡോമിനൻസ് ആണെങ്കിൽ, ഇവിടെ ഡോമിനൻസ് ഓഫ് പബ്ലിക് സെക്ടർ ഫേംസ്. പബ്ലിക് സെക്ടർ ഫേംസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഫേംസ് ആണ്. ഗവൺമെന്റ് നേരിട്ടോ പരോക്ഷമായോ, പ്രത്യക്ഷമായോ പരോക്ഷമായോ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇത്തരം സ്ഥാപനങ്ങളിന്മേൽ ഗവൺമെന്റ് അവകാശം സ്ഥാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് ഈ സംഗതിയിലും കാണാൻ സാധിക്കുന്നു. ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാവുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഒരു എഫിഷ്യൻസി കുറവ്, ഒരു കാര്യക്ഷമത കുറവ് അവിടെ ഓട്ടോമാറ്റിക്കായി കടന്നു വരുന്നു. കാരണം എന്തുകൊണ്ട്? മത്സരാധിഷ്ഠിതമായ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിൽ ആയിരിക്കില്ല ഇവ പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റിന് എന്തെങ്കിലും മത്സരം ഉണ്ടോ? ഗവൺമെന്റ് ആരോടെങ്കിലും മത്സരിക്കുന്നുണ്ടോ? മാർക്കറ്റ് പ്ലേസിൽ ഗവൺമെന്റ് മത്സരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിൽ അല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഎഫിഷ്യൻസികൾ നമുക്ക് മിക്കവാറും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കാണാവുന്നതാണ്. ഇതൊരു പോയിന്റാണ്. സെക്കൻഡ് പോയിന്റ്, ഇത്തരം സ്ഥാപനങ്ങളുടെ തലപ്പത്ത് പലപ്പോഴും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഇരിക്കുന്നത്. ഉയർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, IAS ഓഫീസേഴ്സ് ആയിരിക്കും ഇരിക്കുന്നത്. പൂർണ്ണമായും ഈ ഒരു സ്ഥാപനത്തിന്റെ മേൽനോട്ടം മാത്രമായിരിക്കില്ല ഇദ്ദേഹത്തിന്റെ ചുമതല. ഇദ്ദേഹത്തിന് 2-3 സ്ഥാപനങ്ങൾ ഇതുപോലെ നോക്കാനുണ്ടാവും. വളരെയധികം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ, IAS ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നിലധികം സ്ഥാപനങ്ങളുടെ ചുമതല വഹിക്കുന്നു. അപ്പോൾ ഒരു സ്ഥാപനത്തിന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ടൈം ആൻഡ് അറ്റൻഷൻ ഡിവോട്ട് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. പല കേസുകളിലും നമ്മൾ കാണുന്ന ഗവൺമെന്റ് സെക്രട്ടറിമാര് ബൈ ഡിഫോൾട്ട് ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CEOമാരും MDമാരുമായി തീരുന്നു. പൂർണ്ണമായി ശ്രദ്ധ ഇവർക്ക് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം സ്ഥാപനങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, നമ്മൾ സ്വകാര്യ സ്ഥാപനങ്ങളോട് നോക്കുമ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രൊഫഷണലി മാനേജർ ആയിക്കൊള്ളണം എന്നില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇരിക്കുന്നവർ പലരും പ്രൊഫഷണൽസ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. പല കേസുകളിലും നമ്മൾ കാണുന്ന പൊളിറ്റിക്കൽ നോമിനീസും അപ്പോയിന്റീസും ആയിരിക്കാം. ഇതൊരു പ്രശ്നമാണ്. അനദർ ഇഷ്യൂ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രൊഫഷണൽ മാനേജർ അല്ലാത്തത് കൂടാതെയുള്ള മറ്റൊരു ഇഷ്യൂ, ഷെയർ ഹോൾഡർ ആക്ടിവിസം ഇല്ല. ഒരു സാധാരണ ഒരു കമേഴ്ഷ്യൽ കമ്പനിയിൽ, ഒരു പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ ഷെയർ ഹോൾഡറുടെ ഇൻട്രസ്റ്റ് എന്താണ്? ഷെയർ ഹോൾഡർ ഇൻട്രസ്റ്റ് എപ്പോഴും പ്രോഫിറ്റ് ആണ്. മുടക്കിയ പണത്തിന് ഇയാൾക്ക്, നിക്ഷേപത്തിന് ഇയാൾക്ക് വരുമാനം കിട്ടുന്നുണ്ടോ? ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ? ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ ആകുമ്പോൾ, ഗവൺമെന്റിന് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഗവൺമെന്റിന് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഒരു പ്രോഫിറ്റബിൾ വർക്കിങ്ങിന് വേണ്ട ഒരു ഇൻസെന്റീവ് നമ്മൾ അവിടെ കാണുന്നില്ല. ഇതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ മറ്റൊരു വീക്ക്നെസ്, ഡോമിനൻസ് ഓഫ് പബ്ലിക് സെക്ടർ ഫേംസ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് മാർക്കറ്റ് ഇറഗുലാരിറ്റീസ്. ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ക്രമക്കേട്. സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ
ഈ കഴിഞ്ഞ വർഷം വരെ 2019 വരെ നമ്മൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ അല്ലെങ്കിൽ ഓരോ വർഷവും എന്ന വണ്ണം നമുക്ക് അഴിമതി കഥകൾ കാണാനും കേൾക്കാനും സാധിക്കുന്നു. സ്റ്റഡി സ്ട്രീം ഓഫ് ഇറഗുലാരിറ്റീസ്, തുടർച്ചയായിട്ട് നമുക്ക് ഇറഗുലാരിറ്റീസ് കാണാൻ സാധിക്കുന്നു. എവിടെയാണ് ഇതിന്റെ മൂലകാരണം? കറപ്റ്റ് ഒഫീഷ്യൽസ്, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ, അൺസ്ക്രൂപ്പുലസ് ബിസിനസ്മെൻ, സിസ്റ്റത്തിന്റെ വീക്ക്നെസ് മാത്രം ഉപയോഗിക്കാൻ ശീലിച്ചിട്ടുള്ള ചില ബിസിനസ്സുകാർ. ആ കൂട്ടത്തിൽ ട്രേഡേഴ്സ് ഉണ്ടാവും, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ടാവും, വ്യവസായികൾ ഉണ്ടാവും. ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ സിസ്റ്റത്തിന്റെ വീക്ക്നെസ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്ന് അഴിമതിയുടെ കഥകൾ മാത്രം നമ്മൾ കേൾക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇതുകൊണ്ട് എന്തുണ്ടാകുന്നു? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ പൊതുജനത്തിന് പൊതുവെയുള്ള ഒരു വിശ്വാസം കുറയുന്നു. സിസ്റ്റത്തിന്റെ തന്നെ വീക്ക്നെസ്, നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുടെ കുറവ്, അതാണ് ഞാനിവിടെ പൂർ റെഗുലേഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഇതിന്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ആകാം നമ്മളുടെ ഒരു ഫണ്ടമെന്റൽ പ്രശ്നമാണ് ലാക്ക് ഓഫ് ബിസിനസ് എത്തിക്സ്. അടിസ്ഥാനപരമായി നമ്മൾക്ക് ഒരു മൂല്യച്യുതി, മൂല്യങ്ങളുടെ കുറവ്, ലാക്ക് ഓഫ് വാല്യൂസ്, ഇതാണ് നമ്മൾ ഇതിലേക്ക് നയിക്കുന്നത്. എത്ര കിട്ടിയാലും മതിവരാത്ത അവസ്ഥ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പണം ഉണ്ടാക്കാനുള്ള സാധ്യത കുറവ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് പൊതുജനത്തിന്, നികുതിദായകന് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്മേൽ പരിപൂർണമായി വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. മാർക്കറ്റ് ഇറഗുലാരിറ്റീസ് ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ മറ്റൊരു വീക്ക്നസ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികൾ ഇതിന് താഴെ സജസ്റ്റഡ് റീഡിംഗ്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കിങ് ഫിഷർ സ്കാം. 2, നീരവ് മോഡി ആൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 3, ചന്ദ കൊച്ചാർ വീഡിയോകോൺ ആൻഡ് ICICI ബാങ്ക് ഇഷ്യൂ. യെസ് ബാങ്ക് റാണ കപൂർ ഇഷ്യൂ കഴിഞ്ഞ വർഷം. ഇതെല്ലാം നിങ്ങൾ കൂടുതലായി നെറ്റിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക. ലാസ്റ്റ് പോയിന്റ് ഈസ് നിഗ്ലക്ട് ഓഫ് ന്യൂ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ്. പുതുതലമുറ സംരംഭകരോടുള്ള ഒരു വിവേചനം, ചിറ്റമ്മ നയം. ഇതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ അവസാനത്തെ വീക്ക്നസ്, അല്ലെങ്കിൽ നമ്മൾക്ക് പഠിക്കുന്നതിൽ നമ്മൾക്ക് ഇപ്പോൾ കാണുന്നതിൽ അവസാനത്തെ വീക്ക്നസ്. ഇന്ന് നമ്മൾ കാണുന്ന പല വൻ വ്യവസായ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകളും എസ്പെഷ്യലി സ്റ്റാർട്ടപ്പ് ലെവലിൽ ആരംഭിച്ച് ഇന്ന് ഹൈ മാർക്കറ്റ് വാല്യൂ കമാൻഡ് ചെയ്യുന്ന പല ഇൻഡസ്ട്രീസും വളരെ ചെറിയ ലെവലിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അത് വേണ്ട, നിങ്ങൾ ഇന്ന് കാണുന്ന പല സോഫ്റ്റ്വെയർ ഭീമന്മാരും ഇൻഫോസിസ് ഉൾപ്പെടെ ആരംഭിച്ചത് വളരെ എളിയ നിലയിലാണ്. അവയുടെയൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു വസ്തുത, പുതിയൊരു ബിസിനസ് സംരംഭം, പുതിയൊരു ബിസിനസ് ഐഡിയ, ഒരു ന്യൂ ടെക്നോളജി ആയി ഇവർ ആരംഭിച്ചപ്പോൾ 2 or 3 സുഹൃത്തുക്കൾ ചേർന്നൊക്കെയാണ് ഇത്തരം ബിസിനസ്സുകൾ ആരംഭിക്കുന്നത്. പലപ്പോഴും ഇവർക്ക് ഹൃദയഭേദകമായ അനുഭവമാണ് ഇവർ ഫണ്ടിങ്ങിന് വേണ്ടി പോകുമ്പോൾ അന്ന് കാലത്ത് ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. ഇന്ന് കാര്യങ്ങൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇവരൊരു ബാങ്കിനെ ചെന്ന് ഫണ്ടിങ്ങിന് സമീപിക്കുമ്പോൾ ബാങ്കുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ബിസിനസ് മുൻപ് ചെയ്ത് ചരിത്രം ഉണ്ടാക്കിയതൊന്നും പരിശോധിക്കാനില്ല. ഒരു പ്രോജക്ട് റിപ്പോർട്ട്, എക്സ്പെക്ടഡ് ഫണ്ട് ഫ്ലോ എല്ലാം ചോദിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ അങ്ങനെ കാണിക്കാനും ഇല്ല. കാരണം ടെക്നോളജി പുതിയതാണ്, മാർക്കറ്റ് എങ്ങനെ റിസീവ് ചെയ്യുന്നറിയില്ല. പരമ്പരാഗതമായിട്ട് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ റിസ്ക് എടുക്കാനുള്ള ഒരു മനോഭാവം ഇല്ല. അതിന് ഇതിന്റെ മുന്നത്തെ പോയിന്റ്സിൽ പബ്ലിക് സെക്ടറിന്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കയറി വരുന്നുണ്ട്. റിസ്ക് എടുക്കാനൊരു മനോഭാവം ഇല്ല, കാണുന്നതിലപ്പുറം ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല. അപ്പൊ ഇതെല്ലാം ചേർന്നാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കുന്നു? പുതുതലമുറ സംരംഭകർക്ക് പലപ്പോഴും ഒരു ഹറാസ്മെന്റ് ഫീൽ ചെയ്യുന്നു. നടപ്പാണ്, ഫണ്ടിങ് കിട്ടാൻ വേണ്ടി നടക്കുന്നത് മാത്രം മിച്ചം. ഫണ്ടിങ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു ഉറപ്പുമില്ല. അവസാനം കിട്ടില്ല എന്നുള്ള ഉത്തരം കൂടെ വരുന്നു. ഒരു ആന്റർപ്രണറിന്റെ സ്പിരിറ്റ് ഓഫ് ആന്റർപ്രണർഷിപ്പ്, ഒരു സംരംഭക മനോഭാവം നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ഇത് ധാരാളം മതി. ഇതാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ മറ്റൊരു വീക്ക്നസ്. അപ്പൊ ഇതോടെ നമ്മൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ 9 വീക്ക്നസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ 5 വീക്ക്നസ് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ, ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോയിന്റ്സ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. 6ാമത്തെ പോയിന്റ് ആയിട്ട് ഡോമിനൻസ് ഓഫ് ഡെവലപ്മെന്റ് ബാങ്ക്സ്, അടുത്ത ഡോമിനൻസ് ഓഫ് പബ്ലിക് സെക്ടർ ഫേംസ്, നെക്സ്റ്റ് ഈസ് മാർക്കറ്റ് ഇറഗുലാരിറ്റീസ്, ആൻഡ് ദ ലാസ്റ്റ് ഈസ് നെഗ്ലക്ട് ഓഫ് ന്യൂ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ്. താങ്ക് യു.